ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ കിഴക്കൻ മേഖലയിൽ പ്രതിഷേധം ശക്തം. നായർ യുവജനവേദി പ്രവർത്തകർ ചേകത്ത് സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു. മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് കാലഘട്ടത്തിന് ആവശ്യമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. പത്തനാപുരത്ത് മെറിറ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
അച്ചൻകോവിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. തിങ്കളാഴ്ച സ്കൂൾ പിടിഎയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. വാർത്തകൾ വിശദമായി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് ചേകം കിഴക്കേമുറി 961 നമ്പർ കരയോഗം രംഗത്ത്. സുകുമാരൻ നായരുടെ കോലവും പ്രവർത്തകർ കത്തിച്ചു. NSS ആസ്ഥാനത്തു നിന്നും ചലച്ചിത്ര താരം സുരേഷ് ഗോപിയെ ഇറക്കിവിട്ട സംഭവത്തിൽ NSS കരയോഗങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. സുകുമാരൻ നായർക്കെതിരെ വിവിധ കരയോഗങ്ങൾ പ്രമേയം പാസാക്കി വരുമ്പോൾ പത്തനാപുരത്തും പ്രതിഷേധത്തിന് തുടക്കമായി. പത്തനാപുരം കിഴക്കേമുറി 961 നമ്പർ NSS കരയോഗത്തിന്റെ പരിധിയിലുള്ള ഒരു പറ്റം യുവാക്കളാണ് നായർ യുവജനവേദി എന്ന പേരിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. NSSനെ കുടുംബസ്വത്തായി കാണുന്ന സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി യുവജനവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചേകം ക്ഷേത്രത്തിനു സമീപത്തു നിന്നും കിഴക്കേമുറി NSS കരയോഗ മന്ദിരത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി നായർ യുവാക്കൾ പങ്കെടുത്തു. സുകുമാരൻ നായരുടെ കോലവുമായി എത്തിയ പ്രവർത്തകർ NSS കരയോഗ മന്ദിരത്തിന് മുന്നിൽ ധർണ നടത്തുകയും സുകുമാരൻ നായരുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നോക്കം നിൽക്കുന്ന നായർ സമുദായ അംഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ സ്വന്തം താൽപര്യങ്ങൾക്കായി രാഷ്ട്രീയ നാടകത്തിലെ കോമാളി വേഷം കെട്ടുകയാണ് സുകുമാരൻ നായരെന്നും യോഗം കുറ്റപ്പെടുത്തി. സമുദായ അംഗങ്ങൾക്കെല്ലാം NSS ആസ്ഥാനത്തെത്താനുള്ള അവസരമുണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. റിജു ചേകം, ശ്യാം, രാഹുൽ, പ്രമോദ്, ശ്രീജിത്ത്, വിഷ്ണു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് സുബിൻ, നന്ദു, രാജീവ്, കിരൺ, നിഖിൽ, ദിലീപ്, അരുൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. താലൂക്ക് സമാജം മാനേജർ N മഹേശൻ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മുൻ നഗരസഭാ ചെയർമാനും CPM പുനലൂർ ഏരിയ സെക്രട്ടറിയുമായ MA രാജഗോപാൽ അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണ സമിതി സെക്രട്ടറി ജസ്റ്റിൻ ജോർജ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് സമാജം സെക്രട്ടറി അശോക് ബി വിക്രമൻ, CP സാമുവൽ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, സ്കൂൾ പ്രിൻസിപ്പൽ ഹരികുമാരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സമിതിയും ചടങ്ങിൽ രൂപീകരിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയ നിരവധി ആളുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് പുത്തൻ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പത്തനാപുരത്ത് മെറിറ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അക്കാദമി അടക്കം എണ്ണമറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അച്ചൻകോവിൽ, ശബരിമല, കാനനപാത. ലോക സാഹചര്യങ്ങൾക്കനുസൃതമായ തൊഴിൽ സാധ്യത തിരിച്ചറിഞ്ഞ് പഠന സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ കഴിയണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാമൂഹ്യ രംഗത്തെ പുരോഗതി കൈവരിക്കുവാൻ, സാമ്പത്തിക രംഗത്തെ പുരോഗതി കൈവരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നടത്തുക, അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിറവേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുവാനുള്ള അവസരം തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമില്ല. ലോകം ആവശ്യപ്പെടുന്ന തൊഴിൽ നിപുണരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളർന്നുവരുന്ന യുവതലമുറ ദേശീയ അന്തർദേശീയ തലത്തിൽ പിന്നോക്കം പോകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ആധുനികമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നു. ലോകത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അപ്പോഴപ്പോൾ നമുക്ക് അറിയുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അറിവ് പങ്കിടുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ നമുക്കറിയുവാനും ആ അറിവുകൾ പങ്കിടുവാനും അത് നേടിയെടുക്കുവാനും നമ്മുടെ കുട്ടികൾക്ക് കഴിയുക എന്ന് മാത്രമല്ല, അവർ പ്രഗത്ഭരായി പ്രാഗൽഭ്യം തെളിയിക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. പത്തനാപുരം കല്ലുംകടവ് മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ഫെസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി G രതികുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ M ഷേഖ് ഫരീദ്, J ഷാജഹാൻ, DCC അംഗം പള്ളിത്തോപ്പിൽ ഷിബു, സേവാദൾ സംസ്ഥാന ഓർഗനൈസർ MA സലാം, KSU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് M സാജു ഖാൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി നെൽസൺ തോമസ്,
യൂത്ത് കോൺഗ്രസ് അസംബ്ലി സെക്രട്ടറി ഫാറൂഖ് മുഹമ്മദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് JL നസീർ, DCC അംഗം JM ഷൈജു, G രാധാമോഹൻ, G തുളസീധരൻ നായർ, റോയി G ജോർജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുന്നല ഉല്ലാസ് കുമാർ, S നൌഷാദ്, DKTF നിയോജകമണ്ഡലം പ്രസിഡന്റ് അരീക്കൽ പ്രദീപ്, അബ്ദുൾ അസീസ്, സന്തോഷ് മുളുമല, K സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും SSLC +2 തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം മെറിറ്റ് ഫെസ്റ്റിവലിൽ വിവിധ മേഖലകളിൽ മികവ് കാട്ടിയ വനിതകളെ മന്ത്രി അടൂർ പ്രകാശ് പ്രിയദർശിനി പുരസ്കാരം നൽകി ആദരിച്ചു. സിസ്റ്റർ റോസ്ലിൻ ചെറായി, ഡോക്ടർ ദീപാചന്ദ്രൻ തുടങ്ങിയവരെയാണ് മന്ത്രി ആദരിച്ചത്. വിളക്കുടി സ്നേഹതീരത്തിന്റെ സാരഥി സിസ്റ്റർ റോസ്ലിൻ ചെറായി, ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ശബരിഗിരി സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ ദീപാചന്ദ്രൻ, പത്തനാപുരം കല്ലുംകടവ് വാർഡ് മെമ്പർ ബ്രിജിത്ത് ഡെന്നി, ഭാവകല ഡാൻസ് അക്കാദമി ഡയറക്ടറും നർത്തകിയുമായ ലക്ഷ്മി ഹരിലാൽ, ചിത്രകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഗ്രേസി ഫിലിപ്പ് എന്നിവരെ മെറിറ്റ് ഫെസ്റ്റിൽ മന്ത്രി അടൂർ പ്രകാശ് പുരസ്കാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിദ്യാരംഗം കലാസാഹിത്യവേദി അഞ്ചൽ ഉപജില്ലാ പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷാ അഭിയാന്റെയും ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു. അഞ്ചൽ AEO K വിജയകുമാരി അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N അനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് മാധ്യമത്തിൽ പറയുന്നത്. ചടങ്ങിൽ GLPS PTA പ്രസിഡന്റ് D സത്യൻ, GHSS ഹെഡ്മാസ്റ്റർ V സുരേഷ്, GHSS കുളത്തൂപ്പുഴ സബ് ജില്ലാ കോർഡിനേറ്റർ അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, elegant ethnic collections, pure 916 hallmark gold, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur.
പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, ആലക്കുളം, തെങ്കാശി. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. അച്ചൻകോവിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. തിങ്കളാഴ്ച സ്കൂൾ PTA നേതൃത്വത്തിൽ പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. കിഴക്കൻ മലയോര മേഖലയിലെ സംസ്ഥാന അതിർത്തിയിൽപ്പെടുന്ന അച്ചൻകോവിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗത്തിന്റെ ചുറ്റുമതിൽ 3 ദിവസം മുമ്പ് രാത്രിയുടെ മറവിൽ തകർക്കപ്പെട്ടിരുന്നു. ചുറ്റുമതിൽ തകർത്ത സംഭവത്തിൽ പ്രദേശത്തെ 2 പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ആരോപണ വിധേയരാണ്. ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്. ഗവൺമെന്റ് LP സ്കൂളിന്റെ ചുറ്റുമതിൽ 10 പ്രദേശവാസികളായ ചിലർ ഇടിച്ചു തകർക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അച്ചൻകോൽ ഔട്ട് പോസ്റ്റിലും തമ്മിൽ പോലീസ് സ്റ്റേഷനിലും പരാതികൾ നൽകുകയും എന്നാൽ ഇത്രയും ദിവസമായിട്ടും അതിന് അറസ്റ്റ് ചെയ്യുകയോ മറ്റ് നടപടികളായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. അപ്പം പ്രതികളെന്ന് പറയുന്നവർ ഇവിടെ തന്നെ അറസ്റ്റ് നടക്കുന്നുണ്ട്. ഞങ്ങളെ ഈ സ്കൂളിന്റെ ചുറ്റുമതിലും അവിടുത്തെ ഒരു ഓഡിറ്റോറിയം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് പൊളിഞ്ഞത് ഞങ്ങളുടെ സ്വപ്നം തകർന്നവരാണ്. അപ്പോൾ അത് പൊളിച്ചവർക്കെതിരായി കർശനമായിട്ടൊരു നടപടി ഉണ്ടാവണം. അതുവരെ നിരാഹാര സമരത്തിന് ഇരിക്കാനാണെങ്കിലും ശരി, മരണം വരെ നിരാഹാരം ഇരിക്കാനും ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തയ്യാറാണ്. സ്കൂളിന്റെ മതിൽ പൊളിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് PTA വിദ്യാർത്ഥികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തെന്മല പോലീസിന്റെ പരിധിയിലുള്ള അച്ചൻകോവിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് മുമ്പിൽ ധർണ നടത്തുകയും ചെങ്കോട്ട അച്ചൻകോവിൽ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. തൊട്ടത് നിങ്ങൾ സ്കൂളിനെയാണ്, തൊട്ടത് നിങ്ങൾ സ്കൂളിനെയാണ്. സ്കൂളിന്റെ ചുറ്റുമതിൽ തകർത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അച്ചൻകോവിൽ മേഖലയിൽ നടന്ന ഹർത്താലിൽ കടകമ്പോളങ്ങൾ ഒന്നും തുറന്നു പ്രവർത്തിച്ചില്ല. സ്ഥലം വാർഡ് മെമ്പർ A. രഘുനാഥ് ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കുകൊള്ളാതിരുന്നത് ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സ്കൂളിനെതിരെ അതിക്രമങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാരും PTA ഭാരവാഹികളും പറഞ്ഞു. 50 വർഷത്തോളം പഴക്കമുള്ള മതിലാണ് ഈ മതിൽ. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾക്ക് വളരെ പുരാതനമെന്ന് പറയാൻ ഈ മതിൽ മാത്രമേ ഉള്ളൂ ഈ സ്കൂളിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആ മതിൽ സംരക്ഷിക്കപ്പെടേണ്ടതും ഈ മതിൽ തകർത്തവർക്കെതിരെ നടപടി എടുക്കേണ്ടതും ആവശ്യമായതിൻ്റെ പേരിൽ ഞങ്ങൾ രക്ഷകർത്ത സമിതി രക്ഷകർത്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ പോലീസിൽ പരാതി കൊടുക്കുകയും
ഒന്ന് INTUCയുടെ നേതാവും ഒന്ന് CPIയുടെ നേതാവാണ്. അതുകൊണ്ടൊരു രാഷ്ട്രീയ ചേരിയില്ലാതെയാണ് ഇവിടെ PTA ഈ പ്രശ്നത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയമില്ല. അവർ അവരുടെ വഴിക്ക് വേണ്ടി ഒരു പരിശ്രമിച്ചു. അതിന് ഞങ്ങൾ നഗരശാന്ത നേതൃത്വമുണ്ടാണ്. അത് നഷ്ടപ്പെടുത്തിയതിന്റെ തീരുമാനം ഉണ്ടാകുന്നവർ സമര പ്രക്രിയയാണ് PTA ഏറ്റെടുത്തിരിക്കുന്നത്. ലൈവ് വാർത്ത പത്തനാപുരം. സ്കൂൾ സമയങ്ങളിൽ പോലും വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണും ഫേസ്ബുക്കും വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സ്കൂൾ അധികൃതരും മൗനം പാലിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് മൊബൈൽ ഫോണും ഫേസ്ബുക്കും വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെ മൊബൈൽ ഫോണിൽ എടുത്ത ചിത്രങ്ങൾ സ്കൂൾ സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതായും കാണാൻ കഴിയും. അപ്ലോഡ് ചെയ്ത തീയതിയും സമയവും ഇത് വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും മൊബൈൽ ഫോണുകൾ അധ്യാപകർ നിരവധി തവണ പിടിച്ചെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നടപടി ഇതിൽ മാത്രം ഒതുങ്ങുകയാണ് പതിവ്. ഇത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സഹായകമാകുന്നുണ്ട്. അധ്യാപകൻ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന്റെ പേരിൽ അടുത്ത കാലത്ത് കിഴക്കൻ മേഖലയിലെ ഒരു സ്കൂളിൽ നിന്നും 2 വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവമുണ്ടായി. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്തുന്ന വഴികളിലും വൈകുന്നേരങ്ങൾ സ്കൂൾ വിടുന്ന നേരത്തുമാണ് അധികമായി ഫോൺ ഉപയോഗിക്കുന്നത്. ഉച്ചഭക്ഷണ സമയത്തും കുട്ടികൾ ഫേസ്ബുക്കിൽ ഓൺലൈനിൽ എത്തുന്നതായി കാണാൻ കഴിയും. മാതാപിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ ഫോൺ ഉപയോഗത്തിലൂടെ പല ആപത്തുകളിലും ചെന്ന് ചാടാറുമുണ്ട്. ഇതിനെതിരെ അധ്യാപകരും രക്ഷിതാക്കളും കൃത്യമായി ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ വൻ ചതിക്കുഴികളിലാകും അകപ്പെടുക. ലൈവ് വാർത്ത തെന്മല. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതി തുടക്കത്തിൽ തന്നെ മുടങ്ങി. കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ കുടിവെള്ളമെങ്കിലും ആശ്വാസമാകുമെന്ന് കരുതിയപ്പോഴാണ് പ്രവർത്തനം ആരംഭിച്ച കുടിവെള്ള പദ്ധതി ദിവസങ്ങൾ പിന്നിടും മുമ്പേ നിലച്ചത്. ഇലക്ട്രോണിക് സംവിധാനം വഴി ശുദ്ധീകരിച്ച് ചൂടുള്ളതും തണുത്തതുമായ കുടിവെള്ളം പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുമായിരുന്നു. ആധുനിക സംവിധാനമാണ് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ഒരുക്കിയിരുന്നത്. ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യേ ഉദ്ഘാടന വേളയിൽ എല്ലാവരും സംബന്ധിച്ചിരുന്നു. ഉദ്ഘാടനം നടന്ന ദിവസങ്ങൾ പിന്നിടും മുമ്പേ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും ഭരണ പ്രതിപക്ഷ കക്ഷികൾ മൗനം പാലിക്കുകയാണെന്നതാണ് ഏറെ ശ്രദ്ധേയം. പൊതുജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായി സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ ബന്ധപ്പെട്ടവർ കാണാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മേഖലയിലെ 40ഓളം കേരള കോൺഗ്രസ് ബി പ്രവർത്തകർ RSPയിൽ ചേർന്നു. ഉറുകുന്നിൽ നടന്ന കൺവെൻഷനിലാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ കൂട്ടത്തോടെ RSPയിൽ ചേർന്നു. ചാലിയക്കര, ഓലപ്പാറ, ഉപ്പൂഴി തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രവർത്തകരാണ് RSPയിൽ ചേർന്നത്. ഇതിൽ കേരള കോൺഗ്രസ് ബിയുടെ വിവിധ പോഷക സംഘടനാ നേതാക്കളും ഉൾപ്പെടും. യൂത്ത് ഫ്രണ്ട് ബി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ചാലിയക്കര രാജേഷ്, ദളിത് കോൺഗ്രസ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി സുമാ സുബ്രഹ്മണ്യൻ, സ്റ്റുഡന്റ്സ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് അപ്പു വിളമ്പൽ, യൂത്ത് ഫ്രണ്ട് തെമ്മല മണ്ഡലം പ്രസിഡന്റ് ചാങ്ങപ്പാറ രതീഷ്, വൈസ് പ്രസിഡന്റ് രതീഷ് അമ്പിക്കോണം, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ നേതാവ് സുഭാഷ് ഉപ്പുകുഴി തുടങ്ങിയവർ ഉൾപ്പെടെ 40ഓളം പ്രവർത്തകരാണ് പാർട്ടി വിട്ട് RSPയിൽ ചേർന്നത്. ബാലകൃഷ്ണപിള്ളയുടെയും മകന്റെയും പടലപ്പിണക്കവും മുന്നണി വിട്ട് LDFൽ ചേരാനുള്ള കേരള കോൺഗ്രസ് ബിയുടെ തീരുമാനവുമാണ് പ്രവർത്തകരെ RSPയിൽ എത്തിച്ചതെന്ന് RSP പുനലൂർ മണ്ഡലം സെക്രട്ടറി M നാസർ ഖാൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന യുവാക്കളായ അതുപോലെ തന്നെ ഐക്യമഹിളാ സംഘം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഐക്യമഹിളാ സംഘത്തിലെ മഹിളാ പ്രവർത്തകർ അടക്കം ഈ അച്ഛനും മോനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അതിനുശേഷം അവർ ഒരുമിക്കുകയും തുടർന്ന് അവരെ LDFലേക്ക് ചേക്കേറുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവരോടൊപ്പം പോകാൻ കഴിയില്ല, അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ ബി വിടാൻ തീരുമാനിക്കുകയും RSPയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. വരും ദിവസങ്ങൾ കൂടുതൽ പ്രവർത്തകർ RSPയിൽ ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായും വരുന്ന ആളുകളിൽ RSPയിലേക്ക് ധാരാളം പ്രവർത്തകർ മറ്റു പാർട്ടികളുണ്ടായിരുന്നു. അരുവിക്കര തെരഞ്ഞെടുപ്പ് ചില തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PC തോമസിനോടൊപ്പം നിന്ന ഒരു പറ്റം ആളുകൾ തന്നെ RSPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ബിയുടെ ഈ അച്ഛൻ്റെയും മോൻ്റെയും ചില സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് യോജിക്കുവാൻ കഴിയാത്ത മറ്റു പല പ്രവർത്തകരും നൂറുകണക്കിന് പ്രവർത്തകർ തുടർന്ന് ഈ കിഴക്കൻ മണ്ഡലമായ പുനലൂർ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് RSPയിൽ ചേരുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ പേരെയും RSPയിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കൺവെൻഷനിൽ ചാലിയക്കരയിലും ഉപ്പൂഴിയിലും വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. സുഭാഷ് ഉപ്പൂഴി, ലിജു രാജ് തുടങ്ങിയവരെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. കൺവെൻഷനിൽ RSP നേതാക്കളായ B വർഗീസ്, അംബിക, ലത്തീഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ലൈവ് വാർത്ത തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്.
ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222126. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയും മുതിർന്നവരുടെയും സംഗമവും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പത്തനാപുരത്ത് നടന്നു. മെഡിക്കൽ ക്യാമ്പ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ജനമൈത്രി പോലീസിന്റെയും ഭാരതീയ സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിലാണ് സംഗമവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ക്രൗൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ നടന്ന ആയുർവേദ ക്യാമ്പ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്നേഹ സംഗമം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ആ വാക്കിൽ നിന്ന് തന്നെ സ്നേഹ സംഗമമാണ്. ഒരുമിച്ച് കൂടുവാനുള്ള ഒരു അവസരം, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരിമിതികൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പങ്കുവയ്ക്കാനുള്ള അവസരം, ആ ഒരു അവസരമായിട്ട് വേണം ഇതിനെ കാണുവാൻ. വാർഡ് മെമ്പർ ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഡോക്ടർ ആനന്ദൻ, അടൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ അനൂപ്, പുതുവൽ അമ്പോലിൽ ആയുർവേദ ആശുപത്രി ഡോക്ടർമാരായ ഉമ്മൻ മാത്യു, ജീന അലക്സ് എന്നിവർ രോഗനിർണയം നടത്തി സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മരുന്നുകൾ നൽകിയത്. വൈകുന്നേരം നടന്ന ഒറ്റപ്പെടുന്നവരുടെ സംഗമം പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ R. ബൈജുകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ MG ബിനോദ്, ബീറ്റ് ഓഫീസർ MM ഷെരീഫ്, ഭാരവാഹികളായ ജെയിംസ് കക്കാടെ, വിജയകുമാർ, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തമിഴ്നാട് മുൻമന്ത്രിയും കടയന്നല്ലൂർ MLAയുമായിരുന്ന P. സെന്തൂർ പാണ്ഡ്യൻ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.
നീണ്ടകാലമായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് ശനിയാഴ്ച രാവിലെ 6:50 ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. മൃതദേഹം ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ചെങ്കോട്ടയിലെ വീട്ടുവളപ്പിലെത്തിച്ച് സംസ്കരിച്ചു. 2011 തിരുനെൽവേലി ജില്ലയിലെ കടയനല്ലൂർ മണ്ഡലത്തിൽ നിന്നും AIADMK സ്ഥാനാർത്ഥിയെ വിജയിച്ച അദ്ദേഹം ജയലളിത മന്ത്രിസഭയിൽ ഹിന്ദുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു. കേരളത്തിന്റെ അതിർത്തി ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സെന്തൂർ പാണ്ഡ്യൻ കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എത്തിയിരുന്നു. ലൈവ് വാർത്ത തെന്മല. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പത്തനാപുരം ബ്ലോക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K. മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 100ഓളം തൊഴിലാളികൾ പങ്കെടുത്ത യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അവകാശപ്പെട്ട കൂലി നമുക്ക് ഇന്നത്തെ രീതിയിൽ ഓരോ കാലകാലങ്ങളിൽ നമുക്ക് അതിന്റെ അനുസരിച്ചുള്ള കൂലി നമുക്ക് പുതുക്കിത്തരാൻ ഈ രാജ്യത്ത് നമ്മളെ സംഘടിപ്പിക്കാൻ RSPയോ പിന്നെ CPMോ കോൺഗ്രസോ BJPയോ ഇവിടുത്തെ ഒരൊറ്റ സംഘടനയും നമ്മളെ അവഗണിച്ചിട്ടിരുന്നു. ഈ നമ്മളെ അവഗണിച്ചിട്ടിരുന്നപ്പോൾ നമ്മളെ ആൾക്കാർ തിരിച്ചറിഞ്ഞു. നമ്മുടെ സംഘടനയിൽ നമ്മളെ ഇവരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സംഘടന ഏർപ്പെട്ട തൊഴിലാളികളെ ആർക്കും കയറി മേയാൻ നോക്കുന്ന ഒരു ആൾക്കാരായി രൂപപ്പെട്ടു പോകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ KSP രൂപം കൊണ്ടു. ബ്ലോക്ക് പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. പ്രഭാസനൻ സ്വാഗതം ആശംസിച്ചു. താലൂക്ക് സെക്രട്ടറി K. ശശിധരൻ, വൈസ് പ്രസിഡന്റുമാരായ ദേവേന്ദ്രരാജ്, വിജയൻ കുന്നിക്കോട്, സുധീർ, ഹരിദാസ്, PS മണി, രാമകൃഷ്ണൻ, ഉമ്മൻ, വേണു, ബിജു ചെളിക്കുഴി, ശ്രീഹരി, പള്ളിമുക്ക് രാജൻ, രമണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ചേകം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മഹാത്രിശൂല പൂജയ്ക്ക് തിരക്കേറുന്നു. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. സർവകാര്യ സിദ്ധിക്കായി എല്ലാ മാസവും 2ാം ശനിയാഴ്ചകളിലാണ് പൂജ നടന്നുവരുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൂജയിൽ പങ്കെടുത്തു. സപ്താഹാചാര്യൻ കുടജാദ്രി അനിൽ ബാബുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. സർവത്ര ലോകഹർത്താരമേകവില്ലും ശിവാർപ്പണം നാഗാതിരാജപലയം നാഗകാരേണ ഭൂഷിതം നാഗകുണ്ടല സംയുക്തമേകവില്ലും ശിവാർപ്പണം അക്ഷരമാരാധരം രുദ്രം പാർവതീപ്രിയം വല്ലഭം ചന്ദ്രശേഖരമീശ്വരമേകവില്ലും ശിവാർപ്പണം. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ റിജു, രാജീവ്, ഹരി, സന്തോഷ് കുമാർ എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. പൂജകൾക്ക് ശേഷം അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ കിഴക്കൻ മേഖലയിൽ പ്രതിഷേധം ശക്തം. നായർ യുവജനവേദി പ്രവർത്തകർ ചേകത്ത് സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു. മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് കാലഘട്ടത്തിന് ആവശ്യമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. പത്തനാപുരത്ത് മെറിറ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അച്ചൻകോവിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. തിങ്കളാഴ്ച സ്കൂൾ PTA നേതൃത്വത്തിൽ പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.